ഉമ്മത്തി അദാബുഹാ ഫിദ്ദുനിയാ വലൈസ ലഹും അദാബുൻ ഫിൽ ആഖിറ. ഉമ്മത്തി അദാബുഹാ ഫിദ്ദുനിയാ വലൈസ ലഹും അദാബുൻ ഫിൽ ആഖിറ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വാഹിലിൽ ബദരി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നിങ്ങൾ കേട്ടോളി ഹദീസ്. ഉമ്മത്തി, എൻ്റെ സമുദായം, അദാബുഹാ ഫിദ്ദുനിയ, അവരെ അദാബ് ദുനിയാവിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ അവർക്ക് അദാബ് ഉണ്ടായാലോ വലൈസ ലഹും അദാബുൻ ഫിൽ ആഖിറ, ആഖിറത്തിൽ അവർക്ക് അദാബേ ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ആഖിറത്തിൽ അദാബ് ഇല്ലാത്തവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. മനസ്സ് തുറക്കുക പടച്ചോനെ. എന്തൊരു സന്തോഷ. പിന്നെന്താ ജനങ്ങളെ, എന്തിനാ നിങ്ങൾ ബേജാറാവണത്? ബേജാറാവണോ? പറയും മനുഷ്യന്മാരെ. ഉമ്മത്തി, എൻ്റെ സമുദായം, അദാബുഹ, എൻ്റെ സമുദായത്തിൻ്റെ അദാബ് ഫിദ്ദുനിയ എവിടെയാണ്? പറയും. വലൈസ ലഹും അദാബുൻ ഫിൽ ആഖിറ, എൻ്റെ സമുദായത്തിന് പരലോകത്ത് അദാബ് ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ ആഖിറത്തിൽ കഷ്ടപ്പാട് ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെന്തിനാ ബേജാറാവുന്നു? എന്തിനാ ബേജാറാണ്? പിന്നെന്തിനാ ബേജാറാവുന്നു? ഉമ്മത്തി അദാബുഹാ ഫിദ്ദുനിയ വലൈസ ലഹും അദാബുൻ ഫിൽ ആഖിറ. ഉമ്മത്തി അദാബുഹാ ഫിദ്ദുനിയ വലൈസ ലഹും അദാബുൻ ഫിൽ ആഖിറ. എൻ്റെ സമുദായത്തിനുള്ള പ്രയാസം ദുനിയാവിൽ മാത്രമാണ്. ദുനിയാവിൽ എവിടെയും അവരെ അഭയാർത്ഥികളാക്കപ്പെടും. ദുനിയാവ് പലപ്പോഴും അവരെ തിരസ്കരിക്കും. സത്യവും അസത്യവും തമ്മിലുള്ള നിതാന്തമായ സമരമാണല്ലോ ഇലാഹിയായ മാർഗം. അതുകൊണ്ട് നേരിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാവും. നേര് വിട്ട് കളിക്കാൻ മുഅ്മിന് കഴിയുകയില്ല. മുഅ്മിൻ നേരിൽ അധിഷ്ഠിതനല്ലേ. മുഅ്മിനിന്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തെ ഒരു ദുശക്തിക്കും വഴിപ്പെടുകയില്ല. തലവെട്ടിക്കളഞ്ഞാലും ലോകത്തെ ഒരു ദുശക്തിക്കും ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യൻ വഴിപ്പെടുകയില്ല. എന്ത് സംഭവിച്ചാലും ഒരു ദുശക്തിക്ക് ഒരു മുഅ്മിനായ മനുഷ്യൻ വഴിപ്പെടില്ല. മുഅ്മിനായ മനുഷ്യന് തല പോയാൽ തല പോവും, ദുശക്തിക്ക് വഴിപ്പെടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനെ ചിന്തിക്കണം, പേടിക്കണം. ഒന്നാമതായി മനസ്സിൽ നിന്ന് ആശങ്ക ഒഴിവാക്കണം, പേടിക്കണ്ട. ഉമ്മത്തി ഉമ്മത്തി അദാബുഹാ ഫിദ്ദുനിയാ വലൈസ ലഹും അദാബുൻ ഫിൽ ആഖിറ. എൻ്റെ സമുദായത്തിന് അദാബ് ദുനിയാവിൽ മാത്രമാണ്, ആഖിറത്തിൽ അദാബേ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. കൈകോർത്ത് പിടിച്ച് 70,000 ആളുകൾ സ്വർഗത്തിലേക്ക് വരും. അങ്ങനെ 70,000 തവണ വരും. 70,000 ആളുകൾ കൈകോർത്ത് പിടിച്ചു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. 70,000 ആളുകൾ കൈകോർത്ത് പിടിച്ചാലും സ്വർഗത്തിൻ്റെ ഒറ്റ പിടുത്തം പിടിച്ചിട്ട് 70,000 ആളുകൾ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ കൈകോർത്ത് ഇങ്ങനെ പിടിക്കും. 70,000 ആളുകൾ കൈകോർത്ത് പിടിച്ച് അങ്ങനെ നടക്കും. ഒന്നിച്ച് നടന്ന് കയറും. സ്വർഗത്തിൻ്റെ വാതിലിലേക്കാണ് കയറും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ മദീന മുതൽ ബസറ വരെ അതിന് ദൂരമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ വാതിലിന്റെ വീതി എന്ന് പറഞ്ഞാൽ മിനൽ മദീനത്തി ഇലൽ ബസറ, മദീന മുതൽ ബസറ വരെ ആയിരിക്കും അതിന്റെ വീതി. അത്ര അകലുണ്ടാവും. മദീന മുതൽ ബസറ വരെ ആയിരിക്കും ഒരു വാതിലിന്റെ വീതി. അങ്ങനത്തെ 8 വാതിൽ സ്വർഗത്തിനുണ്ട്. സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി മദീന മുതൽ ബസറ വരെയാണ്. അതെത്രയാ? മദീന മുതൽ ബസറ വരെ 1250 കിലോമീറ്ററാ. മദീന മുതൽ ബസറ വരെ
അപ്പോൾ ഒരു വാതിലിൻ്റെ വീതി 1250 കിലോമീറ്ററാണ്. ഒരു വാതിലിൻ്റെ വീതി, നിങ്ങളല്ല വീതി. അള്ളാഹു അതിൽ കയറാൻ തൗഫീക്ക് തരട്ടെ. 70,000 ആളുകൾ കൈകോർത്ത് പിടിച്ചു കയറിയാലും സ്വർഗവാതിലിൽ തിക്കും തിരക്കും അനുഭവപ്പെടുകയില്ല. അവർ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അങ്ങനെ 70,000 തവണ പ്രവേശിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ 490 കോടി ആളുകൾക്ക് ഹിസാബ് ഉണ്ടാവുകയില്ല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഉറക്കപ്പറ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഇതൊരുപാട് മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70,000 ആളുകൾ കൈകോർത്ത് പിടിച്ച് സ്വർഗത്തിലേക്ക് കയറും, അവർക്ക് ഹിസാബ് ഉണ്ടാവില്ല. അങ്ങനത്തെ 70,000 ഉണ്ടാവും. 70,000 ആളുകൾ ഉണ്ടാവും. 70,000 വട്ടം കയറും. ഒരു ഫൗജാണ് കയറും, പിന്നെ അടുത്തവർ വരും, പിന്നെ അടുത്തവർ വരും, പിന്നെ അടുത്തവർ വരും. 70,000 ഇൻറ്റു 70,000, 70,000 ഗുണിച്ചാൽ 490 കോടി ആളുകളാണ്. 490 കോടി ആളുകൾക്ക് 490 കോടി മുഅ്മിനീങ്ങൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. മനസ്സ് തുറന്ന് പറയും, വെള്ളിയാഴ്ച രാവാണ്, ഒരു പ്രതിസന്ധിയുടെ പരിപാടിയാണ്. അള്ളാഹിൻ്റെ ഒരു ഉത്തരം കിട്ടും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. പടച്ചോനെ, ആ ഒരു 490 കോടിയിലെ ഒരു 70,000 ഞങ്ങളെ കൂട്ടണമേ റബ്ബേ. അതിൽ ഞങ്ങളെ പേരുണ്ടാകണമേ റബ്ബേ. ഞങ്ങളതിൽ ഉൾപ്പെടണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, മുതസാഫിഹീന മുതശാബിക്കീന മുത്ത് മുഹമ്മദ് മുസ്തഫ കയ്യിൻ്റെ വിരലിങ്ങനെ കോർത്ത് പിടിച്ചത് കയറും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഇപ്പം നമ്മളാരും വിഷമിക്കണ്ട, ഒരു വിഷമവും വേണ്ട. എന്തിനാ നിങ്ങൾ വിഷമിക്കണത്? എന്തിന് വിഷമിക്കുന്നു? ഒരു വിഷമവും വേണ്ട. മനസ്സിന്ന് വിഷമം ഒഴിവാക്കുക. അള്ളാഹിൻ്റെ ഖളാ അല്ലാതെ എന്ത്? കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചല്ലാത്ത ഒന്നും ഇവിടെ വരൂല. ഒരു പേടിക്കണ്ട. പിന്നെ ബുദ്ധിമുട്ടിച്ചവനും ബുദ്ധിമുട്ടിയവനും രണ്ടാളും കോടതിയിൽ വരും. ബുദ്ധിമുട്ടിയവന് അതൊരു സന്തോഷമായിരിക്കും. അന്ന് ബുദ്ധിമുട്ടിച്ചവനെ കുടുങ്ങുള്ളൂ. ബുദ്ധിമുട്ടിയവനെന്ത്? ബുദ്ധിമുട്ടിയവന് എന്ത്? ബുദ്ധിമുട്ടിയവൻ അന്ന് സന്തോഷമാണ്. യഫ്റഹു അഹദുകും മിൻ കാന ലഹു ഹഖ്ഖും മിൻ അബീ. ബാപ്പ മക്കളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും അന്ന് ബാപ്പാന്റെ കയ്യിൽ നിന്ന് മക്കള് നീതി പിടിച്ചു വാങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെന്ത്? യഫ്റഹു അഹദുകും മിൻ കാന ലഹു ഹഖ്ഖും മിൻ അബീ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങളിത്ര പേടിക്കണ്. ഇവിടെ ഒരാളെ അല്ലാഹു വിടൂല. ഇവിടെ ഒരു ബാപ്പയും സ്വയം ഉണ്ടായിട്ടില്ല. പടച്ച തമ്പുരാൻ പടച്ചതാ. അതെല്ലാവരും പഠിച്ചതാ. പടച്ചോൻ പടക്കാത്ത ഒരു പുൽക്കൊടി ഇവിടെ ഇല്ല. എന്തിനാണ് ജനങ്ങളെ പടച്ചോൻ പടച്ച ഒരു പുൽക്കൊടിക്ക് എന്ത് വേണമെന്ന് പടച്ചോൻ തീരുമാനിക്കും. ഒരു നിയമമുണ്ട്, അല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല. എന്താ? നിങ്ങളെ നേരെ താഴെ കണ്ടത്തിൽ വാഴയാണ്. അത് മനുഷ്യന്മാർ കൈകൊണ്ട് വെച്ച വാഴയാണ്. ആ വാഴൻ്റെ കുരൽ ഒരാൾ വെട്ടിയാൽ അള്ളാൻ്റെ ചോദ്യം ഉണ്ടാവും. അതിന് വാഴൻ്റെ കുരൽ വെട്ടണമെങ്കിൽ ഒരു ന്യായം വേണം. അതൊരു വാഴ. അതിപ്പോൾ മനുഷ്യനല്ലല്ലോ, പക്ഷെ അതിൻ്റെ കുരലാണ് വെട്ടിയാൽ അള്ളാൻ്റെ അടുക്ക ചോദ്യം ഉണ്ടാവും. എന്തേ വെട്ടിയതെന്ന്. ഒന്നിരിക്കൽ അതിൻ്റെ കായ പഴുക്കണം, അപ്പം വെട്ടം. അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാർ. അതിൻ്റെ കായ മൂക്കണം എന്നാ വെട്ട. അല്ലെങ്കിലോ അതിലെ നടക്കാൻ മനുഷ്യനൊരു ശല്യം ഉണ്ടാകണം. അപ്പോൾ മനുഷ്യൻ്റെ വഴിയാകാൻ വേണ്ടിയിട്ട്, മനസ്സിലാവണില്ലേ, അതിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതത്തോടുകൂടെ വെട്ട. അല്ലെങ്കിൽ ഒരു വാഴ വെട്ടി അള്ളാഹു തലാൻ്റെ ചോദ്യം ഉണ്ടോ? പിന്നെ എന്തോ കുട്ടി എന്ത് പേടിക്കണേ? എന്ത് പേടി? എന്ത് പ്രശ്നം? പിന്നെ ആരും നേരത്തെ മരിച്ചു പോവില്ല, ഡേറ്റിനെ മരിക്കുള്ളൂ. അങ്ങനെയാണ്, ഡേറ്റിന് മരിക്കും. അങ്ങനെ തന്നെ ഡേറ്റിന് മരിക്കും, അതിന് മുമ്പ് മരിക്കൂല. ചിന്തിക്കണം. അപ്പോൾ കഷ്ടപ്പെടുത്തിയ ആളുകൾ വളരെ ചിന്തിക്കുക. അല്ലാഹുവിന്റെ കോടതിയുണ്ട്, അതിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ വാദിക്കാൻ ഒരാൾ ഉണ്ടാവുകയില്ല, അതിൽ അനീതി നടക്കുകയില്ല. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് അധികാരി ഞാനാണ്. ഇന്ന് ആരൈനൽ ജബാബിറ, ഏകാധിപതികൾ എവിടെയെന്ന് ചോദ്യമുണ്ടാകും. രാഷ്ട്രീയ നേതാക്കന്മാരെ പടച്ചതമ്പുരാൻ വിടുകയില്ല.
ഐനൽ ജബാബിറ, ഈ കാത്തിപ്പറ്റികൾ എവിടെയെന്ന് ചോദിക്കും. മുണ്ടൂല, മൂക്കിലെ ചൂള വിടൂല ഒരാളും. എല്ലാവരും ഉണ്ടാവും അവിടെ. അവിടെ അലക്സാണ്ടർ ഉണ്ടാവും, ഇവിടെ ബെനിറ്റോ മുസോളിനി ഉണ്ടാവും, അഡോൾഫ് ഹിറ്റ്ലർ ഉണ്ടാവും, ആരും ഉണ്ടാവും. ഒരാൾക്കൊന്നും ഒളിച്ചളിക്കാൻ പറ്റൂല, ഒരാൾക്കന്ന് ഒളിക്കൽ പറ്റൂല. അന്ന് കോഴിയുടെ കൊട്ടയുടെ വാടിയിൽ കോഴിയെ പൊരുത്തിന് വെക്കുന്നത് പോലെ കൊട്ടൻ്റെ ഉള്ളിൽ മൂളാൻ അന്ന് കഴിയൂല, മുളയാൻ പറ്റൂല. അന്ന് എല്ലാവരും കൊണ്ടുവരും അങ്ങോട്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിച്ചു. നീതിയാണ്, നീതിക്ക് വേണ്ടിയാണ് മനുഷ്യൻ ശബ്ദിക്കേണ്ടത്. നീതി പോലെ ഒരു മതമില്ല, നീതി പോലെ ശാസ്ത്രമില്ല, നീതി പോലെ ഒരു വ്യവസ്ഥിതിയില്ല, നീതിക്ക് വേണ്ടി അല്ലാത്തൊരു ഗ്രന്ഥമില്ല, നീതിയുടെ പാഠമല്ലാതെ ഒരു പാഠവുമില്ല. നീതിക്കേട് ആരും ചെയ്താലും പിടിക്കും.